നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അത്യപൂർവ ധനയോഗത്തിൻ്റെ ഒരു സമയമാണ്. ഭാഗ്യം കൈരേഖയിൽ തെളിയുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ആരും പറയാത്ത ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് കൂടി തന്നെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം അത്ഭുതത്തോടു കൂടി കാണുകയും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും ഒന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും ജീവിതത്തിൽ നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നടന്നു കിട്ടുക തന്നെ ചെയ്തായിരിക്കും. ജീവിതത്തിൽ അത്യപൂർവ ധനയോഗം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കാർത്തിക നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ അത്യപൂർവമായിട്ടുള്ളൊരു ധനയോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കാട്ടി വലിയ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമയങ്ങളിൽ, അത് ഒരു വർഷ കാലയളവിനുള്ളിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ബിസിനസ്സിലെ ഉയർച്ചകളാകാം, അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുവാൻ ഭാഗ്യം കിട്ടുന്നത്. അതുമല്ലെങ്കിൽ ലോട്ടറിയൊക്കെ അടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനങ്ങൾ, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറത്തേക്ക് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. നിങ്ങൾ ഭാഗ്യാന്വേഷികളായിട്ടുള്ള കാർത്തിക നക്ഷത്ര ജാതകരാണെങ്കിൽ, വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക. ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവ ധനയോഗം നിങ്ങളുടെ കൈവെള്ളയിൽ തെളിഞ്ഞു കാണും. ഉറപ്പായും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തെളിയാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശത്തായാലും സ്വദേശത്തായാലും ബിസിനസ് സംരംഭങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് വളരെ മികച്ച ഒരു സമയമാണ്. ധാരാളം സമ്പത്ത് കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ രോഹിണി നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളും വിദേശത്തായാലും സ്വദേശത്തായാലും ശരി, നിങ്ങളുടെ ഭാഗ്യങ്ങളൊന്ന് പരീക്ഷിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഉറപ്പായും ഒന്നിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തുകകൾ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് തെളിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും ഒരു കൊല്ലത്തിനകത്ത് വെച്ച് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങളുടെ കൈരേഖയിൽ തെളിയുന്നതായിരിക്കും നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ. അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് മനസ്സിൽ ഒരു സംഖ്യ നിങ്ങളിങ്ങനെ കൈവെള്ളയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സമ്പൂർണ്ണ വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു സമയമാണ് നിങ്ങൾക്ക് തെളിയാൻ പോകുന്നത്. അടുത്ത പുണർദം നക്ഷത്ര ജാതകരാണ്. കൈവെള്ളയിൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ തിരിഞ്ഞു നടന്നാൽ പോലും നിങ്ങളുടെ കൈരേഖയിലേക്ക് നിങ്ങൾക്ക് ആ ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം അല്ലെങ്കിൽ അത്യപൂർവ ധനയോഗം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. എന്തുതന്നെ ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളും ഐശ്വര്യങ്ങളും ഇതിൻ്റെ പുറത്ത് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ എടുത്താൽ അടിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള സകല പ്രതിസന്ധികളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നിങ്ങൾ നടത്തുക. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കുമുള്ള പരിഹാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക്.
നിങ്ങളുടെ കൈവെള്ളയിലേക്ക് ഭാഗ്യദേവത കടന്നു വരുന്നതായിരിക്കും. എന്തു തന്നെയാലും നിങ്ങളുടെ ജീവിതത്തിൽ ധനയോഗങ്ങളൊക്കെ ഉണ്ടായി വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും മാറുന്നതായിരിക്കും. അടുത്ത ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഭാഗ്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന ഒരു വർഷമാണ് ചിത്തിര നക്ഷത്ര ജാതകർക്ക്. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുകയും നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് തുറക്കാൻ പോകുന്നത്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള യോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഉറപ്പായും നിങ്ങൾ ഈശ്വരൻ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകരായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ തെളിയുന്ന സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കുടുംബ ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതോടുകൂടി തന്നെ വിശാഖം നക്ഷത്ര ജാതകർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള സകല ദുഃഖങ്ങളും മാറിക്കിട്ടും. ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും. നിങ്ങളുറപ്പായും ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കൈവെള്ളയിൽ തെളിയുന്ന വലിയ ഭാഗ്യാനുഭവങ്ങളാണ്. അതായത് ഈ നാളുകാർക്ക് അപൂർവങ്ങളായിട്ട് ലഭിക്കുന്ന ധനയോഗമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യങ്ങളെന്ന് പരീക്ഷിക്കുന്നത് അത്യുത്തമമായിരിക്കും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം ലഭിക്കുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വലിയ ലോട്ടറി ഭാഗ്യങ്ങളാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങളും വലിയ സന്തോഷങ്ങളും നിങ്ങൾക്ക് നിലനിൽക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും കൈവെള്ളയിൽ ലോട്ടറി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഭാഗ്യാന്വേഷണം തുടരുക. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളുമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. അടുത്ത തിരുവോണം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയമാണ് നിങ്ങൾക്ക്. ഉറപ്പായും ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ധാരാളം വർദ്ധിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ചതയം നക്ഷത്ര ജാതകരായിട്ട് പിറന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപൂർവങ്ങളായിട്ട് ലഭിക്കുന്ന ഭാഗ്യ ധനയോഗമാണ് നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ കൈരേഖ നോക്കുമ്പോൾ നിങ്ങൾക്കത് തെളിഞ്ഞു കാണാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ മനസ്സിലിരുന്ന് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യദേവത നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. കൈവെള്ളയിൽ തെളിയുന്ന ആ ഭാഗ്യം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയവും സാഹചര്യമൊക്കെയാണ് നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും നല്ല രീതിയിലുള്ള ധനാഐശ്വര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. ഈ നിമിഷം നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഒരുപാട് രീതിയിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾക്കതിനുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും ലഭിക്കുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയം ലഭിക്കുന്നതാണ്.